മൈ ക്രേസി വീൽസ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിന്നൊരു ഈക്കോ 2021 മോഡലുമായിട്ടാണ് വന്നിരിക്കുന്നത്. നമ്മൾ അതിൽ പവർ സ്റ്റിയറിംഗ് ചെയ്യാനുള്ള പരിപാടിയാണ് കേട്ടോ നോക്കുന്നത്. അപ്പോൾ ഇത് കോട്ടയത്ത് നിന്ന് വന്നൊരു വണ്ടിയാണ്. അപ്പോൾ ഇതിൻ്റെ പാലിയേറ്റീവ് കെയറിന് ഉപയോഗിക്കുന്നൊരു വണ്ടിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയ വഴി കൂടെയൊക്കെ പോകേണ്ട ആവശ്യമുണ്ടാവും. അതുപോലെ തന്നെ അവിടെ ഇട്ട് തിരിച്ചെടുക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. സ്റ്റിയറിംഗ് ഭയങ്കര ടൈറ്റ് ആയിട്ടാണ് അവർ പറയുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളിതിനകത്ത് പവർ സ്റ്റിയറിംഗ് ചെയ്തേക്കാമെന്ന് വെക്കുന്നത്. അപ്പോൾ നമ്മളിപ്പം പരിപാടി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് എയർ ബാഗ് വരുന്ന ടൈപ്പാണ് വണ്ടിക്കകത്ത്. എ സിയും എയർ ബാഗൊക്കെ ഉണ്ട്, എന്നാലും പവർ സ്റ്റിയറിംഗ് വണ്ടിക്കകത്തില്ല. അപ്പോൾ നമുക്ക് എങ്ങനെയായത് സെറ്റാക്കാം. അപ്പം പണി തുടങ്ങുകയാണ് അവിടെ കേട്ടോ. ഇതിൻ്റെ സ്റ്റിയറിംഗ് അഴിക്കാൻ തുടങ്ങിയ സ്ക്രൂ കാര്യങ്ങളൊന്നുമില്ല. സ്റ്റിയറിങ്ങിൻ്റെ എയർ ബാഗിൻ്റെ ഭാഗം, ഹോണിൻ്റെ ഒക്കെ ഭാഗം അഴിച്ചെടുക്കാൻ തുടങ്ങിയാൽ 3 ക്ലിപ്പായിട്ടാണ് വരുന്നത്. അപ്പോൾ അത് ഈ സ്ക്രൂ ഡ്രൈവർ ഉപയോഗിച്ച് പ്രസ് ചെയ്ത് ഇങ്ങ് എടുക്കാം കേട്ടോ. അപ്പോൾ തന്നെ പോകാം. പിന്നെ അതിൽ വരുന്ന ചെറിയ കപ്പറും കാര്യങ്ങളൊക്കെ ഉണ്ട്, ഹോണിൻ്റെയും എയർ ബാഗിൻ്റെയും. അപ്പം അതും വളരെ സൂക്ഷ്മതയോടുകൂടി റിമൂവ് ചെയ്യണം. അതുപോലെ തന്നെ ഇത് സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ബാറ്ററി അഴിച്ചിടാണെങ്കിൽ ഏറ്റവും നല്ലത് അതാണ് കേട്ടോ. പിന്നെ വേറെ പ്രശ്നമൊന്നും ഉണ്ടാകാനില്ല. അപ്പോൾ അതുകൊണ്ട് അത് ചെയ്യാം. അപ്പം നമ്മളിതിപ്പോൾ റിമൂവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഒന്ന് സ്ട്രെയിറ്റ് ആക്കി വെച്ച് നമുക്കത് ക്ലോക്ക് സ്പ്രിങ്ങും കാര്യങ്ങളൊക്കെ അഴിച്ചെടുക്കാനുണ്ട്. അപ്പോൾ അതൊന്ന് റെഡിയാക്കി വെച്ചിട്ട് വേണം കേട്ടോ അഴിച്ചെടുക്കാൻ. പെട്ടെന്ന് അഴിച്ച് ഫ്രീ ആയിട്ട് എടുക്കാൻ പറ്റില്ല. അഴിച്ചെടുക്കാൻ ചില രീതികളുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് വേണം, അതങ്ങനെ നോക്കിയിട്ട് വേണം അഴിച്ചെടുക്കാൻ. നമുക്ക് കവറ് പയ്യെ റിമൂവ് ചെയ്യാം. അതിൽ 3-4 സ്ക്രൂ വരുന്നുള്ളൂ. അത് പയ്യെ റിമൂവ് ചെയ്യാം. ഇത് അടിഭാഗത്തെ ഭാഗമാണ് കേട്ടോ. സ്റ്റിയറിംഗ് കോളത്തിൻ്റെ അടിഭാഗത്തെ ഭാഗമാണ്, ജോയിൻറ്റും കാര്യങ്ങളൊക്കെയാണ്. കുറച്ച് ക്ഷമ എടുത്ത് വേണം കേട്ടോ അഴിച്ചെടുക്കാനായിട്ട്. വലിച്ചു വാരി അഴിച്ചെടുക്കരുത്. നമുക്ക് താഴെയുള്ള വോൾട്ടും നട്ട് ബോൾട്ടും ഒക്കെ അഴിച്ചെടുക്കാം കേട്ടോ. മൊത്തം ഒരു 4 വോൾട്ടിലാണ് നിൽക്കുന്നത്. നമ്മളിപ്പോൾ അത് അഴിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണ് മാനുവൽ കോളം, ഇതാണ് നമ്മൾ അഴിച്ചെടുത്ത കോളം. അതുപോലെ തന്നെ ഇതാണ് നമ്മൾ ഇപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോകുന്ന കോളം. ഇതാണ് മോട്ടറും മുടികളെല്ലാം കൂടിയ കോളമാണ് കേട്ടോ. അപ്പം അതിലേക്ക് ഇനിയിപ്പോൾ സാധനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി ഫിറ്റ് ചെയ്യണം. എന്നിട്ട് വേണം നമുക്കത് റെഡിയാക്കി വെക്കാനായിട്ട്. ഇതിപ്പം ഫുള്ള് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. ഇപ്പം ഇതിപ്പോൾ കയറ്റി പിടിപ്പിച്ചിരിക്കുന്നതാണ് കേട്ടോ. മോട്ടർ മുടികളെല്ലാം വെച്ച് ഫുള്ള് സെറ്റാക്കി കയറ്റിയതാണ്. അപ്പം നമ്മളത് കയറ്റെന്ന് പറഞ്ഞാൽ നമ്മൾ വേറെ വയറിങ് കട്ടിങ് കാര്യങ്ങളൊന്നുമില്ല. അത് സോൾഡറിങ് നമുക്ക് ചെയ്യാനുള്ള സൗകര്യം ഉണ്ട് ഇതിൽ. അപ്പം അതുകൊണ്ട് തന്നെ സോൾഡറിങ് ചെയ്ത് കയറ്റിയതാണ്. അത് വയറിങ് വേറെ കട്ടിങ് ഒന്നുമില്ല കേട്ടോ. അങ്ങനെ സെറ്റാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് സ്റ്റിയറിങ് ലെവൽ ചെയ്ത് ടൈറ്റ് ചെയ്യുകയാണ് കേട്ടോ. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനലൊക്കെ കാണുന്നവരൊന്ന് ലൈക്ക് ചെയ്യണം, ഒന്ന് ഷെയർ ചെയ്യണം. അതുപോലെ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യാമെന്ന് പ്രത്യേകം ഓർപ്പിക്കുക കേട്ടോ. അതിപ്പോൾ നമ്മൾ അതിൻ്റെ എയർ ബാഗ് നമ്മൾ സെറ്റാക്കി പിടിപ്പിക്കാൻ പോകണം കേട്ടോ. എയർ ബാഗും ഹോണിൻ്റെയും. പിന്നെ കപ്ലയർ എന്നൊക്കെ പറഞ്ഞാൽ വളരെ ചെറുതാണ് കേട്ടോ. അപ്പം ഊരിയെടുക്കുമ്പോഴൊക്കെ സ്ക്രൂ ഡ്രൈവറോ എന്തെങ്കിലും വെച്ച് പയ്യെ എടുക്കുക. അല്ലെങ്കിൽ ഇത് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ പിന്നെ അത് കിട്ടാനും പാടാണ് കേട്ടോ. അതുപോലെ നമ്മൾ പർച്ചേസ് മറ്റുള്ള മാരുതി 800ഉം ഓമിനി, അതുപോലെ തന്നെ ഈക്കോ, പിന്നെ ഓൾട്ടോ 800, ഓൾട്ടോ, പിന്നെ അങ്ങനെയുള്ള മിക്ക വണ്ടികളിലും നമ്മൾ മഹീന്ദ്ര ജീത്തോ,
ഐറിസ്, ടാറ്റ നാനോ ഇങ്ങനെയുള്ള എല്ലാ വണ്ടികളും തന്നെ പിടിപ്പിച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്താൽ നമ്മൾ ന്യായമായിട്ടുള്ള റേറ്റിൽ ഫിറ്റ് ചെയ്ത് കൊടുക്കുന്നതാണ്. പിന്നെ പല വണ്ടികൾക്കും പല റേറ്റാണ് കേട്ടോ പിടിപ്പിക്കുന്നതിന്. പിന്നെ ക്വാളിസ് നമ്മൾ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ പല റേറ്റാണ്. അപ്പോൾ നമ്മുടെ വണ്ടി കണ്ടതിന് ശേഷം ചെയ്യാൻ പറ്റുവാണെങ്കിൽ ചെയ്ത് തരുന്നു കേട്ടോ. ചെയ്ത് തരുന്നതായിരിക്കും. അത് എല്ലാം റെഡിയാക്കി വേണ്ടി ഓടിച്ച് നോക്കുകയാണ് കേട്ടോ. ഒരു 2-3 കിലോമീറ്റർ ഓടിച്ചതിന് ശേഷം നമുക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുള്ളൂ. മുടികളൊക്കെ ഇപ്പം കംപ്ലൈൻ്റ് ഉള്ള മുടികളാണെങ്കിൽ അന്നേരം തന്നെ അത് പോകും കേട്ടോ. അപ്പോൾ നമ്മൾ വേറെ വെച്ച് കൊടുക്കും. അപ്പം പിന്നെ അങ്ങനെ മുടികളങ്ങനെ കംപ്ലൈൻറ്റ് വരാറില്ല. വരുന്ന മുടികളാണെങ്കിൽ അന്നേരം തന്നെ നമുക്ക് ലോഡ് കൊടുക്കുമ്പോൾ തന്നെ അറിയാം കേട്ടോ കംപ്ലൈൻ്റ് ആകുന്നുണ്ടോ. ഇപ്പോൾ ഒരൊറ്റ കൈ കൊണ്ട് തന്നെ സുഖമായിട്ട് സിമ്പിളായിട്ട് തിരിച്ചെടുക്കാം. പിന്നെ 2022 ശേഷമുള്ള വണ്ടികൾക്ക് പുതിയ മോഡൽ കുളമുണ്ട്. നമ്മളിപ്പോൾ പിടിപ്പിക്കുന്നതല്ല വരുന്നത്. അതിന് കുറച്ചുകൂടി വ്യത്യാസമുണ്ട് കുളത്തിന്. അപ്പം അതിന് കുറച്ച് റേറ്റ് കൂടുതലാണ്. ഇത് നമുക്ക് വരുന്ന റേറ്റ് ഒരു 17 രൂപ അടുത്താണ് കേട്ടോ വരുന്നത്. ഫുള്ള് എല്ലാവർക്കും, അതായത് ഇലക്ട്രിക് ബോർഡ് വേറെ എക്സ്ട്രാ കയറ്റുന്നുണ്ട്. അപ്പം അത് ഉൾപ്പെടെ 17 രൂപ അടുത്താണ് ഇത് വരുന്നത്. പിന്നെ അതുപോലെ തന്നെ 2022 ശേഷം വരുന്ന വണ്ടികൾക്ക് റേറ്റ് കൂടുതലാണ് കേട്ടോ. അപ്പോൾ ഇത് പുതിയ മോഡൽ അത് മാരുതി എക്സ്പ്രസ്സോയുടെ ഒക്കെ ടൈപ്പ് ഫോളാണ് വരുന്നത്. അങ്ങനെ റേറ്റ് കൂടുതലാണ്. ഇപ്പോൾ വണ്ടി നമുക്ക് സിമ്പിളായിട്ട് ഓടിക്കാം. നല്ല സ്മൂത്താണ് ഓടിക്കാനൊക്കെ. ഇപ്പോൾ നമ്മൾ നമ്മുടെ മുറ്റത്ത് തന്നെ ഇട്ട് വണ്ടി തിരിച്ചെടുക്കുകയാണ്. അപ്പോൾ കഷ്ടിയ സ്ഥലമുള്ളൂ. അപ്പോൾ ആ സ്ഥലത്ത് തന്നെ ഇട്ട് നമ്മൾ വണ്ടി തിരിച്ചെടുക്കുന്നതാണ് കാണുന്നത്. അപ്പോൾ അതുപോലെ നമ്മുടെ ചാനൽ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന പ്രത്യേകിച്ച് എല്ലാവർക്കും താങ്ക്സ് കേട്ടോ. ഇപ്പോൾ നമ്മുടെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം പ്രത്യേകം ഓർമ്മിക്കുകയാണ് കേട്ടോ. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി താങ്ക്സ്.